ഹലോ അസ്സലാമു അലൈക്കും. ഇപ്പം എൻ്റെ പുതിയ വീട്ടിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഗ്യാസ് തീർന്നു പോയി. അങ്ങനെ പുറത്തെ അടുപ്പൊന്ന് തീ പിടിപ്പിക്കാൻ വിചാരിച്ചു. ചായ ഇൻഡക്ഷൻ കുക്കറിൽ ഉണ്ടാക്കി. അപ്പോൾ ഒരു പാത്രത്തിൽ ചായ അവിടെ ഉണ്ടാക്കി വെച്ചു. പിന്നെ പഴം പൊരിക്കാൻ പത്തിരി ഉണ്ടാക്കാൻ വിചാരിച്ചു. പത്തിരിയും പഴം പൊരിക്കുകയാണ്. അപ്പം പഴംപൊരിയുടെ മാവ് റെഡിയായി കഴിഞ്ഞു. മൈദ മാവിൽ ലേശം മഞ്ഞൾപ്പൊടി, ഉപ്പിൻ്റെ പൊടി, അതുപോലെ തന്നെ പഞ്ചസാര, പിന്നെ ഏലക്കായി ഇതൊക്കെ ഇട്ടിട്ട് ഒരു മീഡിയം സൈസിലൊന്ന് കുഴച്ച് വെച്ചു. അങ്ങനെ അതിലേക്ക് പഴം കഷ്ണങ്ങളാക്കിയിട്ടു, ചെറു കഷ്ണങ്ങളാക്കി. ഞങ്ങൾ കുറച്ച് പേരുള്ളത് കൊണ്ട് കുറച്ച് അധികം വേണമല്ലോ, ഓരോന്നാകുന്നുണ്ട് ഓരോന്നല്ലേ കിട്ടും. അപ്പം പഴംപൊരിയുടെ മാവ് നല്ല സോഫ്റ്റാകാൻ വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പുറത്തെ അടുപ്പിൽ പത്തിരി പൊരിക്കുകയാണ്. പത്തിരി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ സാധാരണ അരി പൊടിപ്പിച്ചതിൽ പെരുംജീരകം, ചെറിയ ഉള്ളി, തേങ്ങ ഇത് ചതച്ചിട്ടത് ചുപ്പും കൂട്ടി കുഴച്ച് പത്തിരി രൂപത്തിൽ കുഴച്ചിട്ട് അത് കൈൻ്റെ അടിയിൽ വെച്ച് പരത്തിയിട്ട് പൊരിച്ചെടുത്താണ്. നല്ല ടേസ്റ്റാണ്. പുറത്താണെങ്കിൽ നല്ല മഴയാണ്. അപ്പോൾ ഗ്യാസ് തീർന്നുകൊണ്ടാണ് പുറത്തേക്ക് പോയത്. ഭയങ്കര മഴ എന്ന് പറഞ്ഞാൽ കോരിച്ചൊരിയുന്ന മഴയായിരുന്നു. ഇപ്പോൾ ഒന്ന് തണുത്തു. അപ്പോൾ അത് വിറകടുപ്പ് ഇങ്ങനെ പൊരിച്ചിട്ടുണ്ട്. കുറച്ച് പൊരിച്ചിട്ടുണ്ട്, ഇനി പൊരിക്കുന്നുണ്ട്. കുറച്ച് അടുപ്പത്തുണ്ട്. അപ്പോൾ തീയൊക്കെ പിടിച്ച് കിട്ടാൻ പാടാണ്. പിടിച്ച് കിട്ടി കഴിഞ്ഞാൽ ഈ അടുപ്പ് ഞങ്ങൾ പുതുതായിട്ട് ഉണ്ടാക്കിയതാണ് പുറത്ത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ് ചെയ്യാൻ മറക്കരുത്. എല്ലാവരും എനിക്ക് പ്രൊമോട്ട് ചെയ്യുക, എൻ്റെ കൂടെ തന്നെ ഉണ്ടാവണം. അപ്പോൾ ഇന്നത്തെ ചായക്കടി പത്തിരി പഴംപൊരി, അതും വിറകടുപ്പിൽ. നല്ല നൊസ്റ്റാൾജിയ ഓർമ്മ, പുകയുടെ മണങ്ങളൊക്കെ സഹിച്ച് അടിപൊളി.